ഇപ്പൊ ഞാനുള്ളത് നേപ്പാൾ ബോബി ചേട്ടന്റെ വീട്ടിലാണ്. ഇവിടെ ഓരോ യൂട്യൂബേഴ്സും വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് 4000 രൂപയ്ക്ക് ഇവിടെ വന്നു പോവാ, 5000 രൂപയ്ക്ക് ഇവിടെ വന്നു പോവാന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് എക്സ്പെൻസ് കൂടുതലാണ് ഇവിടെ. ഇപ്പോൾ 18 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ബോബി ചേട്ടൻ്റെ ബോബി ചേട്ടനോട് നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചു തരാം. നമസ്കാരം. പറഞ്ഞോ ചേട്ടാ, ഇവിടെ എങ്ങനെയാണ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ? ഓരോ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, കുറഞ്ഞ എക്സ്പെൻസിൽ ഇവിടെ വന്നു പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇവിടെ ജീവിക്കാനുള്ള ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. നേപ്പാളിൽ ജീവിക്കാനും അത് നേപ്പാളിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്നു പോകാനുള്ള ചെലവാണ് നാട്ടിൽ നിന്ന് വന്നു പോകാനും ഇവിടെ ജീവിക്കാനും മൊത്തത്തിലുള്ള. നേപ്പാളിൽ നമ്മൾ ജീവിക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാളും ചെലവ് കൂടുതൽ തന്നെയാണ്. കാരണം ഇത് വേറൊരു രാജ്യമാണ്. ചൈനയെയും ഇന്ത്യനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിലേക്കായും തീർച്ചയായിട്ടും ഇവിടെ ചെലവ് കൂടുതൽ തന്നെയാണ്. അത് ഇപ്പൊ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാമല്ലോ എന്നോട് ഇത് ചോദിച്ചത്. അപ്പോൾ ഓരോ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും അവർക്ക് അനുഭവപ്പെടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചെലവ് വെച്ച് നോക്കിയിട്ട് നമ്മൾ ലോകത്തിലെ വേറെ ഏതൊരു രാജ്യത്ത് പോയാലും, അത് നേപ്പാൾ എന്നല്ല, യൂറോപ്പ് പോയാലും ഇനി ദരിദ്ര രാജ്യങ്ങളിലേക്ക് പോയാലും നമുക്കറിയാം ചെലവ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ ഇവിടെയുള്ള ചെലവിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ബിനീഷിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വന്ന് പോയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടി വ്യക്തമായിട്ട് ഓരോന്നും ചോദിച്ചാൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അല്ല, ഇവര് ABC പോയി വരാൻ വേണ്ടിട്ട് 5000 രൂപയ്ക്ക് പറ്റുമോ, 6000 രൂപയ്ക്ക് പറ്റുമോ എന്നൊക്കെ പറയുന്നത്. അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്, ABC എന്ന് പറഞ്ഞാൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പാണ്. അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകുന്നത് നമ്മൾ പൊക്രയിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിനീഷ് ഇപ്പോൾ നമ്മുടെ നേപ്പാളിലെ വീട്ടിലുണ്ട്. ബിനീഷിനെ എനിക്ക് കണ്ടുമുട്ടുന്നത് യാദൃശ്യമായിട്ടാണ്. ഒരുപാട് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ എടുത്ത് പോയിട്ടുണ്ട്. പെട്ടെന്ന് യാദൃശ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്തല്ല, നേപ്പാളിൽ വന്നൊരു ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടാണ് ബിനീഷ് ഇവിടെ വരുന്നത്. അപ്പോൾ ബിനീഷ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബിനീഷ് അറിഞ്ഞ അല്ലെങ്കിൽ അനുഭവിച്ച ഈ യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഒരു 6 ദിവസത്തെ മിനിമം ട്രിപ്പാണ്. 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ പൊഖറയിൽ നിന്ന് പെർമിറ്റ് എടുത്ത് ഗാന്ധരൂക്ക് പോകണം, അല്ലെങ്കിൽ ജിനൂട്ടാടെ പോകണം. അവിടെ നിന്ന് അങ്ങനെ പോയി നമ്മൾ കയറി തിരിച്ചു വരും. 5000-6000 രൂപയ്ക്ക് ഒരിക്കലും അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് സാധ്യമല്ല. കാരണം 625 രൂപ പെർമിറ്റ്, ഇന്ത്യൻ പൈസ 625 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ നേപ്പാളി പൈസക്ക് പെർമിറ്റ്. പൊക്രയിൽ നിന്നും ഗാന്ധരൂക്ക് വരെ ടാക്സിക്ക് പോകാൻ 700 രൂപ നേപ്പാളി, അല്ലേ? ബസ്സിന് പോകാൻ 500 രൂപ. അവിടെ നിന്നും നമ്മൾ മുകളിലേക്ക് പോകും തോറും എല്ലാത്തിനും റേറ്റ് കൂടുതലാണ്, എക്സ്പെൻസ് കൂടുതലല്ലേ? ഒരു കോഴിമുട്ടയ്ക്ക് എത്ര രൂപ കൊടുത്തേ? 460 രൂപ ഒരു ബോയിൽഡ് എഗ്ഗിന് കൊടുത്തു. അപ്പൊ പിന്നെ ബാക്കിയുള്ള ചെലവ് നമുക്കറിയാലോ. 5 ദിവസം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ചോറ്, രാത്രി ഭക്ഷണം, പിന്നെ അതിനിടയ്ക്ക് ചായ കൂടി, വെള്ളം, പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാന്ന് വെക്കാം, റൂമിന്റെ താമസം. അപ്പൊ എത്ര രൂപ കണക്ക് കൂട്ടും? അത്യാവശ്യം 10-15 രൂപ വന്നിട്ടുണ്ട്. 15,000 രൂപ ചെലവ് വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ 6000 രൂപയ്ക്ക് പോകും? ഒരിക്കലും സാധ്യത ഒന്നും വേണ്ട. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എത്ര രൂപയായിരുന്നു? പാക്കേജ് ആയിട്ട് എടുത്തിരുന്നു. 2000 രൂപ, ABC-ലൊക്കെ 2000 രൂപ, 2500 രൂപ വരുന്നു. നേപ്പാളിയാണോ ഇന്ത്യനാണോ? നേപ്പാളി. 2000 രൂപ നേപ്പാളി എന്ന് പറയുമ്പോൾ 1250 രൂപയായി 6 ദിവസം. അപ്പൊ എത്രയും പാക്കേജിന് മാത്രം? അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആയിരുന്നു? അതിന് രാവിലത്തെ ഫുഡ്, രാത്രിത്തെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും. ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ച് കിട്ടിയായിരുന്നോ? കിട്ടില്ല. അവരൊരു പാക്കേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ 1250 രൂപ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും റൂമും. ലഞ്ചിന് എത്രയായി? ലഞ്ച് പാക്കേജ് ആകുമ്പോൾ അതിൽ പെട്ടിരുന്നു. ലഞ്ചിന് എത്ര രൂപ? അപ്പൊ പാക്കേജിൽ ഈ 1250 രൂപയ്ക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പെട്ടോ? അപ്പൊ പിന്നെ നിങ്ങൾ നടന്ന് കയറിയത് എങ്ങനെയാ? താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് ലഞ്ച് കഴിച്ചത്? അതെ, അവിടുന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. പാക്കേജ് അങ്ങനെയാണ്. അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകുമ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ട്രക്കിംഗ് ചെയ്തില്ലേ? പിന്നെ തിരിച്ചു വന്ന് ലഞ്ച് കഴിച്ചോ? അതല്ല, നമ്മൾ ചെല്ലുമ്പോൾ വൈകിട്ട് റൂം എടുക്കുമ്പോൾ അവിടുന്ന് രാത്രി ഫുഡ് ഉണ്ടാവും, പിറ്റേ ദിവസം രാവിലെ ഫുഡ്, പിന്നെ അവിടുന്ന് റൂം വെക്കാൻ. ഞാൻ ചോദിച്ചു ഉച്ചക്കത്തെ ഫുഡിന്റെ കാര്യം. ഉച്ചത്തെ പുറത്തുനിന്ന് കഴിക്കണം. അതായത് പുള്ളി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും റൂമും ഉൾപ്പെടെ 1250 രൂപ നമ്മുടെ ഇന്ത്യൻ കൊടുത്തു കഴിഞ്ഞാൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ പാക്കേജ് കിട്ടും. അപ്പൊ 6 ദിവസം കൂട്ടിക്കോ. 6 ദിവസം രൂപ എത്രേ? 6 × 1250 = 7500 രൂപയായി, ഇല്ലേ? ലഞ്ച് എക്സ്ട്രാ അല്ലേ? ലഞ്ചിന് എത്ര രൂപ കൊടുത്തു? അത് പല സ്ഥലത്തും പൈസ കൂടി. മിനിമം
മിനിമം ഒരു 900 700 700 രൂപ കൂട്ടിക്കോ. സ്റ്റാർട്ടിങ് വരുന്നത്. 500 രൂപ ഇന്ത്യയും കൂട്ടിക്കോ. 6 ദിവസം എത്രയായി? 3000 രൂപ. 3000 രൂപയായി. അപ്പൊ എത്രയായി? 7500 പ്ലസ് 3000 എത്രയായി? 10500. 10500 ആയി. പിന്നെ നമ്മൾ കുടിക്കുന്ന ചായ, വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ്. അപ്പൊ മിനിമം ഒരു എത്തുന്തോറും ചാർജ് ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കണം. മൊബൈൽ റീചാർജ് ചെയ്യാൻ പൈസ കൊടുക്കണം. ചൂടുവെള്ളത്തിന് പൈസ കൊടുക്കണ്ടേ? അപ്പൊ എത്രയായി? എങ്ങനെയായാലും നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ബിനീഷ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന്റെ കാര്യം മാത്രമായിട്ടോ ചോദിച്ചത്. ബിനീഷ് പുതുമുഖാണ് യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി വരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ നേപ്പാളിലെ ഗ്രാമങ്ങളെ കുറിച്ചൊക്കെ എടുക്കും. അപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ ബിനീഷിന്റെ അനുഭവത്തിൽ 6000 രൂപ അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് നമുക്ക് പോകാം എന്നുള്ള ഒരു ധാരണയിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ കണക്ക് കൂട്ടി, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, റൂമിന്റെ പാക്കേജിന് 1250 രൂപ, ലഞ്ച് മിനിമം 500 രൂപ. അപ്പോൾ എത്രയാണ്? 10000-11000 രൂപയെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന് മിനിമം. സ്നാക്സ് കൂട്ടിയിട്ടില്ല, 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-നും 15-നും ഇടയ്ക്ക് ചെലവ് വരില്ലേ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന്? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ഇടാവുള്ളൂ, അതിലേക്ക് കൂട്ടിയും കുറച്ചൊന്നും ഇടരുത്. സത്യാവസ്ഥ. കാരണം ഇത് വിശ്വസിച്ച് ഇനിയും കുറെ പേര് വരും. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അത് ചെയ്യണം. എത്ര? 15 രൂപ. 15000 രൂപ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന് വന്നിട്ടുണ്ട്. റീചാർജ് ചെയ്യാൻ പൈസ കൊടുക്കണം, ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ പൈസ കൊടുക്കണം, എക്സ്ട്രാ ഓരോ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം, ഇനി ഒരു പെഗ് കഴിക്കണം, തണുപ്പിനെ അതിജീവിക്കണം എന്ന് വെച്ചാൽ അതിന് നല്ല വില കൊടുക്കണം. അപ്പൊ അത്രയും പൈസ ആകും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അന്നപൂർണ്ണ ബേസ് ക്യാമ്പിന്റെ യഥാർത്ഥ ചെലവ് എന്ന് പറയുന്നത് മിനിമം ഞാൻ ഈ പറഞ്ഞാണ്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കൂടുകയാണെങ്കിൽ അതനുസരിച്ച് ചെലവ് കൂടും. അതന്നെ സംഭവം. നേപ്പാളിലെ ചെലവും പറഞ്ഞുതരാം. നേപ്പാളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നേപ്പാൾ ബോർഡറായ സുനോലിയിൽ നമുക്ക് പ്രവേശിക്കാം, ഉത്തരാഖണ്ഡിലെ ബൻബാസയിൽ നിന്ന് പ്രവേശിക്കാം, കൽക്കട്ടയിലെ കാക്കടിപെട്ടയിൽ നിന്ന് പ്രവേശിക്കാം, ഉത്തർപ്രദേശിലെ സുനോലിയിൽ നിന്ന് നമുക്ക് പ്രവേശിക്കാം. പ്രവേശിച്ച് കഴിഞ്ഞാൽ ഓരോ ഡെസ്റ്റിനേഷനിലേക്കും പോകണമെങ്കിൽ മിനിമം 600 രൂപ വണ്ടിക്കൂലി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സുനോലിയിൽ നിന്ന് പൊക്കരയ്ക്ക് പോകാൻ 600 രൂപ കൊടുക്കണം. 1050 രൂപ നേപ്പാളി ആകുമ്പോൾ നമ്മുടെ ഒരു 600-650 രൂപ അല്ലേ? ഭക്ഷണത്തിന് എത്ര കൊടുക്കണം? ബ്രേക്ക്ഫാസ്റ്റ് ഒരു 200 കൂട്ടിക്കോ, ലഞ്ച് ഒരു 250 കൂട്ടിക്കോ, ഡിന്നർ ഒരു 250 കൂട്ടിക്കോ. അതൊക്കെ മിനിമം ആട്ടോ. അപ്പോൾ 700 രൂപ ഭക്ഷണം, 600 രൂപ വണ്ടിക്കൂലി, 1300 റൂമിന്റെ പൈസ, ചായയുടെ പൈസ. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 1500 രൂപയെങ്കിലും നമുക്ക് വേണം. സൈറ്റ് സീയിങ്ങിന് എൻട്രി ഫീസ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വേറെ രാജ്യത്ത് പോകുമ്പോൾ ചെലവ് കൂടും എന്നതിലോ അല്ലെങ്കിൽ ഇത്രയും പൈസയായി എന്നതിൽ ഖേദിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലെ ട്രെയിൻ വഴി വന്നിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. നേപ്പാളിനെ സംബന്ധിച്ച് ഒരു ദിവസം നമ്മൾ ടൂറായിട്ട് വരുമ്പോൾ യാത്ര, ഫുഡ്, താമസം ഒരു 1500-2000 രൂപ ഇന്ത്യൻ തീർച്ചയായും വരും. പിന്നെ ഇവിടുത്തെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഫുഡ് ഫ്രഷ് ഫുഡാണ്. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി തരുള്ളൂ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അതിന് എക്സ്പെൻസീവ് തന്നെയാണ്. പിന്നെ കൂടുതൽ സാധനങ്ങൾ ഇവർ കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെയാണ്. അവയെല്ലാം അവർ ഇമ്പോർട്ട് ചെയ്യുക. ഇവരുടേതായ രാജ്യത്ത് അതിൻ്റെതായ പ്രൊഡക്ഷനൊക്കെ കുറവാണ്. അപ്പോൾ പിന്നെ അത് തന്നെയാണ് സംഭവം. ഇനി യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ യഥാർത്ഥമായി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചാനലിന് എന്തെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുക. ഇനിയാണെങ്കിലും ഓരോ വീഡിയോ ഇടുമ്പോഴും അത് എന്നും നിലനിൽക്കും. സത്യം മാത്രം പറഞ്ഞ് യൂട്യൂബ് ചെയ്താൽ മതി, അത് നിലനിൽക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പൊ 18 വർഷമായിട്ട് ഇവിടെ നേപ്പാളിൽ താമസിക്കുന്ന ബോബി ചേട്ടനാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പൊ ശരി, ഓക്കെ.